നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവരെല്ലാം ആരുമില്ല. ഞങ്ങളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയാണല്ലോ. അപ്പോ അമ്മയില്ലാതെ വരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ಉള്ളൂ. ಒಂದು ಮಗುವಿಗಾದರೂ ಹಾಲುಣಿಸುವ ಭಾಗ್ಯ ಸಿಕ್ಕಿದರೆ ನಾನು ಧನ್ಯ ಎಂದು ತಾಯಿ ಕಳೆದುಕೊಂಡ ಮಕ್ಕಳಿಗೆ ಮೊಲೆ ಹಾಲು ಕೊಡಲು ಮುಂದೆ ಬಂದ ಮಾತೃ ಹೃದಯದ ತಾಯಿಯ ಸ್ಟೋರಿ ಇದು. ಕೇರಳದ ವಯನಾಡಿನಲ್ಲಿ ನಡೆದ ಘೋರ ದುರಂತದಿಂದ ಭಾರವಾಗಿದ್ದ ನಮ್ಮೆಲ್ಲರ ಮನಸ್ಸುಗಳಿಗೆ ಒಂದಷ್ಟು ಮಾನವೀಯ ಕಾಳಜಿಯ ನೆಮ್ಮದಿ ಕೊಡುವ ಸುದ್ದಿಗಳು ಕಾಣಿಸಿಕೊಳ್ಳುತ್ತಿವೆ. ಇಂತಹ ಕಠಿಣ ಸಂದರ್ಭದಲ್ಲೂ ದ್ವೇಷವನ್ನೇ ಉಸಿರಾಗಿಸಿಕೊಂಡ ಕೆಲವರ ಮಧ್ಯೆ ಮಾನವೀಯತೆ ಇನ್ನೂ ಜೀವಂತವಾಗಿದೆ ಅನ್ನೋದನ್ನು ಜಗತ್ತಿಗೆ ಕೇರಳ ತೋರಿಸುತ್ತಿದೆ. ಇನ್ನು ಹಲವು ಹೃದಯಗಳು ಜೀವನ್ಮರಣ ಹೋರಾಟದಲ್ಲಿದೆ. ಹಲವು ಕುಟುಂಬಗಳು ತಮ್ಮವರನ್ನು ತನ್ನದೆಲ್ಲವನ್ನು ಕಳೆದು ಅನಾಥವಾಗಿದೆ, ನೋವಿನಿಂದ ನರಳಾಡುತ್ತಿದೆ. ಇದರ ಮಧ್ಯೆ ಸಾಮಾಜಿಕ ತಾಣದ ಒಂದು ಕಮೆಂಟ್ ಕೇರಳಿಗರ ಜೊತೆ ಈ ಸಮಾಜದ ಹೃದಯ ಗೆಲ್ಲುತ್ತಿದೆ. ಅದು ತಾಯಂದಿರನ್ನು ಕಳೆದುಕೊಂಡ ಮುಗ್ಧ ಮಕ್ಕಳಿಗೆ ಎದೆ ಹಾಲಿನ ಅವಶ್ಯಕತೆ ಇದ್ದರೆ ನನ್ನ ಪತ್ನಿ ಸಿದ್ಧಳಿದ್ದಾಳೆ ಎಂಬಂತಹ ಸಜಿನ್ ರವರ ಹೃದಯದ ಮಾತು. ಎಲ್ಲವನ್ನು ಕಳೆದುಕೊಂಡ ವಯನಾಡಿನ ಜನತೆಗೆ ನಮ್ಮಲ್ಲಿ ಕೊಡಲು ಏನೂ ಇಲ್ಲ, ಆದರೆ ಮೊಲೆ ಹಾಲು ಕುಡಿಯುವ ಮಕ್ಕಳು ನಮಗೂ ಇದ್ದಾರೆ. ಹಾಗಾಗಿ ತಾಯಿಯ ಸ್ಪರ್ಶವಿಲ್ಲದ ಮಕ್ಕಳ ನೋವಿನ ಬಗ್ಗೆ ನಮಗೆ ಚೆನ್ನಾಗಿ ತಿಳಿದಿದೆ. ಭಾವನಾ ಎಂಬ ಈ ಮಹಿಳೆ ಮಕ್ಕಳಿಗೆ ಎದೆ ಹಾಲು ಕೊಡಲು ಮುಂದೆ ಬಂದ ತಾಯಿಯಾಗಿದ್ದಾರೆ. ಈ ತಾಯಿ ಹೇಳಿದ ಮಾತು, ಒಂದು ಮಗುವಿಗಾದರೂ ಹಾಲುಣಿಸುವ ಭಾಗ್ಯ ಸಿಕ್ಕಿದರೆ ನಾನು ಧನ್ಯ ಎಂದು. ಈ ಮಾತು ಎದೆ ತಟ್ಟಿತು, ಹೃದಯ ತುಂಬಿತು. ಸಾವು ನೋವು ಕಣ್ಣೀರಿಗೆ ಮಿಡಿಯುವ ಈ ಮಾತೃ ಹೃದಯಕ್ಕೆ ಸಲ್ಯೂಟ್. ಇವರ ಮಾತುಗಳನ್ನೊಮ್ಮೆ ನೀವೇ ಕೇಳಿ ನೋಡಿ, ಹೃದಯ ತುಂಬಿಸಿಕೊಳ್ಳಿ. ഇതുപോലെ ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പം ആ ഒരു വാർത്തയുടെ അടിയിലാണ് നമ്മൾ ഈ പോസ്റ്റ് കമന്റ് ആയിട്ട് ഇതുപോലെ ഇടുന്നത്. എന്തെങ്കിലും സഹായം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗർഭിണികളായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങൾ മാത്രം രക്ഷപ്പെട്ടവരുണ്ട്. ഇവർക്കിപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള ഒരു ശേഷി ഇല്ലാത്തവരാണ്. അപ്പം നമുക്ക് സഹായിക്കാൻ പറ്റുന്ന, എനിക്കും 2 പിള്ളേരുണ്ട്. അപ്പൊ 5 മിനിറ്റ് പാല് കിട്ടിയില്ല എന്റെ കൊച്ചു കിടന്ന് കരയുന്ന, ആ വിശന്നിട്ട് കരയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് മറ്റുള്ളൊരു കുട്ടിക്ക് വരുമ്പോഴും ആ ഒരു വേദന എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് വൈഫാണെങ്കിലും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു കമന്റ് ഇട്ടത്. ഞങ്ങൾ അന്നേരം രാത്രി തന്നെ കമന്റ് ഇടുകയും ചെയ്തു. രാത്രി തന്നെ അവിടുന്ന് വിളിച്ചു. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൃശ്ശൂര് കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 150 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിച്ച് വീണ്ടും ഇനിയും കൊണ്ടൊരു 100-200 കിലോമീറ്റർ ഓടാനുണ്ട്. ഇന്നലെ രാത്രി തന്നെ വിളിച്ചായിരുന്നു. അന്നേരം വിളിച്ചന്നേരം തന്നെ ഞങ്ങൾ 2 മണിയായപ്പോൾ പുറപ്പെട്ടാണ്. അതൊക്കെ തന്നെയാ. കൂടാതെ ഞാനും ഒരു അമ്മയാണല്ലോ. അപ്പോ അമ്മയില്ലാതെ വരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എന്റെ കുഞ്ഞാണെങ്കിൽ ഒരു നേരം പാല് കിട്ടിയില്ലെങ്കിൽ കിടന്ന് കരയുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ, അങ്ങനെയൊക്കെ കാണുമ്പോൾ ഉണ്ടായതാ ചിന്ത ഉണ്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് നൽകാം, നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആണ് ഇതിലേക്ക് വന്നത്. സ്റ്റാമ്പുകളിലേക്ക് പോകാനാ എങ്ങനെയാണ് നമുക്കിപ്പോ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ചെന്നിട്ട് അവിടെ എന്താ അവിടെ ഉള്ളവർ പറയുന്ന പോലെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. സജിനും ഭാവനയും ആ കുടുംബം ഇപ്പോൾ യാത്രയിലാണ് വയനാട്ടിലേക്ക്. അവർ ഇടുക്കിയിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പിഞ്ചു കുഞ്ഞുണ്ട്, 4 മാസമേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഒപ്പം 4 വയസ്സുള്ള മറ്റൊരു കുഞ്ഞിനെയുമായി അവർ യാത്ര ചെയ്യുന്നത് ആ ദുരിതാശ്വാസ രംഗത്ത് അവിടെ അവശേഷിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനാണ്. മനുഷ്യത്വം മരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭാവനയും സജിനും. ഒരുപാട് ആശംസകൾ നേരുന്നു ഭാവനയ്ക്കും സജിനും. എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതുപോലുള്ള കരുതലിൻ്റെ കാഴ്ച ഒരുപാട് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ തോതിൽ കൈത്താങ്ങാവുന്നുണ്ട് കേരളം ഒന്നാകെ വയനാട്ടിന്. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരുപാട് സാമഗ്രികൾ എത്തിക്കുകയും ചെയ്യുന്നു, സാമ്പത്തിക സഹായവും എത്തിക്കുന്നു. തുടരാം നമുക്ക് വയനാടിന് വേണ്ടി.